സ്നേഹത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവൻ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആരും ചിന്തയിലടങ്ങ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 26-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. വിശുദ്ധ മന്ദിരവും ആരാധന അനുഭവവും ദാവീദ് സ്നേഹിക്കുന്നു. അത് ദൈവത്തോടുള്ള ഭക്തിയുടെ തെളിവാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ കാണുന്നതിനും അവനെ സേവിക്കുന്നതിനും തടസ്സം നേരിടുന്നത് തനിക്ക് വളരെ പ്രയാസമേറിയ അനുഭവമാണെന്നാണ് ദാവീദ് രേഖപ്പെടുത്തുന്നത്. നാം ദേവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ്റെ ആലയം തേജസ് കൊണ്ട് നിറയും. ഇസ്രായേലിൻ്റെ മരുഭൂ പ്രയാണത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവ തേജസ് വെളിപ്പെട്ടതായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക ആരാധനയിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥ ആത്മീയത ജീവിതത്തിലില്ല. ഇവിടെയുള്ള ആരാധനയിൽ ദൈവതേജസ് അനുഭവിപ്പാൻ കഴിയാത്തവർക്ക് ദൈവം നിത്യമായി വസിക്കുന്ന ഇടത്ത് വസിക്കാനുള്ള യോഗ്യതയില്ല. പ്രിയ സ്നേഹിതരെ, ഈ നോമ്പ് നാളുകളിൽ ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ആരാധനയിൽ ദൈവിക തേജസ് അനുഭവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അവൻ്റെ ആലയവും അവൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും പ്രിയപ്പെടുന്നവരായി രൂപപ്പെടാം. കുരികിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും യാഗപീഠത്തിൽ കണ്ടെത്തിയതുപോലെ യഥാർത്ഥ അവയവമായ ക്രിസ്തുവിൽ നമുക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് നിർത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആലയത്തിലൂടെ ലഭിക്കുന്ന സന്തോഷവും ആനന്ദവും തിരിച്ചറിയുവാനുള്ള കൃപ ഈ നാളെ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.